ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം 24 മണിക്കൂറും നമുക്ക് ഓൺലൈൻ ടാക്സികൾ അവൈലബിൾ ആണ്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പലവരും, അതായത് പല റൈഡേഴ്സും തന്നെ ടാക്സി ബുക്ക് ചെയ്യുന്നുണ്ട്. ബുക്ക് ചെയ്യും, ഡ്രൈവർ വണ്ടി എടുത്ത് മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ എയർപോർട്ടിൽ നടക്കുന്നത്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നും ട്രിപ്പ് ബുക്ക് ചെയ്യും, അതായത് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യും. അത് അവർ അങ്ങനെ തന്നെ വണ്ടി നനങ്ങുമ്പോഴേക്കും ക്യാൻസൽ ചെയ്യും. പക്ഷെ അത് എയർപോർട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു പരീക്ഷണം എന്ന് വെച്ചാൽ അവിടെ വണ്ടി കിട്ടുമോ ഇല്ല എന്നുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ബുക്ക് ചെയ്യുന്നത്. അതങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ബുക്ക് ചെയ്യേണ്ട. 24 മണിക്കൂറും എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഓൺലൈൻ ടാക്സി അവൈലബിൾ ആണ്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ഒരു ട്രിപ്പ് ബുക്കിംഗ് ചെയ്യൽ ഒഴിവാക്കാം. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ചില ടാക്സി ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, പുറത്ത് ക്യൂല് കിടക്കുന്ന ഡ്രൈവേഴ്സ് തന്നെയാണ് ഈ പണി ചെയ്യുന്നത്. അവർക്ക് സീനിയോറിറ്റി കിട്ടാൻ വേണ്ടി എന്നുവെച്ചാൽ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ട്രിപ്പ് ബുക്ക് ചെയ്യും. അത് അവർക്ക് തന്നെ കിട്ടാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നതാണ്. അത് ബാക്കി ക്യൂല് കിടക്കുന്ന ഡ്രൈവേഴ്സിനാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു 4 ട്രിപ്പൊക്കെ അടുപ്പിച്ച് ക്യാൻസലേഷൻ ആയിട്ട് മറ്റു ഡ്രൈവർമാർക്ക് കിട്ടുമ്പോൾ അവരുടെ എയർപോർട്ടിലേക്ക് ഉള്ള ട്രിപ്പിന്റെയും എയർപോർട്ടിൽ നിന്നുള്ള ട്രിപ്പിന്റെയും ആക്സസ് നഷ്ടപ്പെടും. അതായത് 24 മണിക്കൂർ തൊട്ട് 28 ദിവസം വരെ അവർ ബ്ലോക്ക് ചെയ്യപ്പെടും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് കിട്ടില്ല. അപ്പൊ അതവരുടെ വരുമാനത്തിന് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈഡേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഇതുപോലെ ബുക്ക് ചെയ്യുന്ന ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിലും ആ ട്രിപ്പ് ബുക്കിംഗ്, അനാവശ്യമായിട്ടുള്ള ട്രിപ്പ് ബുക്കിങ്ങുകളെല്ലാം ഒഴിവാക്കുക. ഫേക്ക് ട്രിപ്പ്, ഞങ്ങളതിനെ പറയുന്നത് ഫേക്ക് ട്രിപ്പ് അടിക്കുന്നവര്, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നിങ്ങളത് പരമാവധി ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം ബുക്ക് ചെയ്യുക വാഹനങ്ങൾ. കാരണം അത് ഓരോ ഡ്രൈവറുടെയും കുടുംബത്തിലുള്ള വരുമാനം നഷ്ടപ്പെടുത്താണ് ചെയ്യുന്നത്. അത് അറിയാവുന്ന ടാക്സിക്കാർ വരെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരും ഈ ടാക്സി ഓടിച്ച് തന്നെയാണ് കുടുംബം കഴിയുന്നത്. അപ്പൊ ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ആയിട്ടില്ല, 24 മണിക്കൂർ വരെ അവിടെ എയർപോർട്ടിൽ പുറത്ത് ക്യൂ കിടന്ന് ഓൺലൈനിൽ അത്രയും സമയം കിടന്നിട്ടാണ് അവർക്ക് ഓരോ ട്രിപ്പും കിട്ടുന്നത്. അപ്പോൾ ആ ട്രിപ്പ് അടിക്കുന്ന കാണുമ്പോൾ ആ സന്തോഷത്തോടു കൂടി ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്ത് വണ്ടി മൂവ് ചെയ്യുമ്പോഴേക്കും ക്യാൻസലേഷൻ, റൈഡർ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. ഒപ്പം ഒരു വാർണിംഗും വരും, ഫസ്റ്റ് ട്രിപ്പ് ക്യാൻസലേഷൻ, ഇനി 3 ട്രിപ്പും കൂടി ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ക്യൂവിൽ നിന്നും പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് വാർണിംഗ് വരും. അത് കഴിഞ്ഞ് പിന്നെയും ട്രിപ്പ് ഇങ്ങനെ പിന്നാലെ വരുമ്പോൾ ഒരു 4 ട്രിപ്പ് അടുപ്പിച്ച് ഒരു ഡ്രൈവർക്ക് തന്നെ കിട്ടുമ്പോൾ ആളെ ആ ക്യൂവിൽ നിന്നും പുറത്താക്കി പിന്നെ എയർപോർട്ടിൽ നിന്നുള്ളതും ആയിട്ടുള്ള ട്രിപ്പുകൾ ആൾക്ക് 24 മണിക്കൂർ തുടങ്ങി 28 ദിവസം വരെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലഭിക്കില്ല. ആളുടെ കുടുംബത്തിലുള്ള വരുമാനം തടസ്സം വരാണ്. എല്ലാവരും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക. ഫേക്ക് ട്രിപ്പുകൾ, അതായത് അനാവശ്യമായിട്ടുള്ള ട്രിപ്പുകൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ആവശ്യത്തിന് മാത്രം ട്രിപ്പ് ബുക്ക് ചെയ്യുക. അത് വളരെ ശ്രദ്ധിക്കുന്നത് നല്ല കാര്യം. ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ചാനലിൽ വന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. ഓക്കെ, ബൈ.